കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയിൽ കേരളത്തിൽ എല്ലാ ലോക ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. ഇപ്പോൾ വേൾഡ് കപ്പും ഒരുപക്ഷെ ഒളിമ്പിക് ഫുട്ബോളിന് പോലും ഈ ഒരു പ്രേക്ഷക താല്പര്യം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ വേൾഡ് കപ്പ്, പിന്നെ മറ്റു ചില ലീഗുകൾ, അതിനൊക്കൊപ്പം തന്നെ യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഇങ്ങ് ദൂരെ ഇരുന്ന് പോലും ഉറ്റുനോക്കുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ നടത്തിപ്പിൻ്റെ പ്രശ്നങ്ങളാണോ ഈ കാണുന്നത്? തീർച്ചയായും അതിന്റെ നടത്തിപ്പിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം പറയേണ്ടിയിരിക്കുന്നു. കാരണം ടിക്കറ്റ് ഇല്ലാതെ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറുന്ന ഒരു കാഴ്ച, ടിക്കറ്റ് പരിശോധനയിൽ വലിയ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ചില പ്രാദേശിക മാധ്യമങ്ങളുടെ അടക്കം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറുകയും 5:30 തുടങ്ങേണ്ടിയിരുന്ന ആ ഒരു ഫൈനൽ മത്സരം 1.5 മണിക്കൂറോളം വൈകി 7 മണിയോടുകൂടി തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതായത് ഒരു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഫുട്ബോൾ ഇവന്റിന്റെ ഫൈനൽ മത്സരം ആരാധകരുടെ തള്ളിക്കയറ്റം, അതായത് സുരക്ഷാ വീഴ്ചകളെ തുടർന്ന് 1.5 മണിക്കൂർ വൈകി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആരാധകർക്കിടയിൽ അമർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു. കാരണം ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ആരാധകരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ വലിയ രോഷമാണുള്ളത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ അർജന്റീന ഒരു കിരീടം ഉയർത്തുന്നത്, തുടർച്ചയായ 2ാം കോപ്പ അമേരിക്ക കിരീടം ഉയർത്തുന്നത് കാണാൻ ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് എത്തിയിരുന്നു. ഈ ആരാധകരൊക്കെ തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ച, അങ്ങനെയാണ് സിറ്റി കപ്പാസിറ്റികൾ കൂടുതൽ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ടിക്കറ്റ് ചെക്കിങ്ങിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.